വളരെ കൗതുകമുള്ള ഒരു കാഴ്ച കാണുകയായിരുന്നു. നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആകെ നിറയുന്നത് ഈ ദില്ലി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദില്ലിയിൽ മാത്രമല്ല പലയിടങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെയുണ്ട്. മുംബൈയിൽ ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലൊന്നാണ് നമ്മൾ റിയയെ കണ്ടത്. അതുപോലെ ഒരാളുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ഒരു ബ്രൗൺ കളർ ഷർട്ടൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട ഒരു ചെറുപ്പക്കാരൻ. മുംബൈ പോലീസ് വലിയ കാര്യത്തിൽ ഇടിവണ്ടിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് പ്രക്ഷോഭകരെ. അതിന് പിന്നാലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഏറെ പേർ പോകുന്നുണ്ട്. അതിനിടയിൽ ആ വാഹനത്തിന്റെ പിന്നിലത്തെ വാതിൽ തുറന്ന് അറസ്റ്റ് ചെയ്ത ആളുകളെയൊക്കെ പുറത്തേക്ക് ഇറക്കുകയാണ് ഈ മിടുക്കൻ, ഈ ചെറുപ്പക്കാരൻ. അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെയാണ് വളരെ കൗതുകകരമായ കാഴ്ചകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ പോലീസിന്റെ മുന്നിൽ പോയി നിന്ന് സെൽഫി എടുക്കുക വളരെ കൂളാണ് എന്നതാണ്. അവർക്ക് വെള്ളം കൈമാറുന്ന ഒരു ദൃശ്യം ഇന്ന് കണ്ടു. എത്ര മഹത്തായ കാര്യമാണ് അല്ലെ? ഒരു പക്ഷേ അടുത്ത നിമിഷത്തിൽ ലാത്തി കൊണ്ട് തങ്ങളുടെ നേരെ വന്നേക്കാം എന്ന് വിചാരിക്കുന്ന പോലീസുകാർക്ക് വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. 2-3 പേർ കൈനീട്ടി വാങ്ങിയതിനു ശേഷമാണ് ഇവർ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാലുള്ള അപകടം, നാണക്കേടൊക്കെ മനസ്സിലാകുമ്പോൾ തിരിച്ചു കൊടുക്കുകയാണ് വെള്ളക്കുപ്പികൾ. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നുള്ളതാണ് ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CJPയുടെയും കോൺഗ്രസിന്റെയും രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നതാണ് നിലപാട്. ധർമ്മേന്ദ്ര പ്രധാനൊപ്പം ഉറച്ചു നിൽക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തീരുമാനം. PR സുനിൽ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. PR സുനിൽ, ധർമ്മേന്ദ്ര പ്രധാനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം കേന്ദ്ര മന്ത്രിസഭയിൽ ചില രാജികളൊക്കെ ഉണ്ടായി. ആ സമയത്ത് വേണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തുകയോ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ പ്രധാൻ പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെയൊരു സംഘർഷത്തിന്റെ പേരിൽ, ഈ സമരത്തിന്റെ പേരിൽ CJP മാത്രമാണെങ്കിൽ പോരട്ടെ, ഇനിയിപ്പോ ഈ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു സമരത്തിന് മുന്നിൽ പ്രധാനെ അങ്ങനെ ഒഴിവാക്കാനില്ല എന്ന ദുരഭിമാനമാണോ? അത് തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം പ്രതിപക്ഷ സമ്മർദ്ദമാണ്, CJPയുടെ സമ്മർദ്ദമാണ് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് കീഴ്പ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനൊപ്പം ഉറച്ചു നിൽക്കുക. ഒരു കാരണവശാലും ഈ രാജി ആവശ്യം അംഗീകരിക്കില്ല എന്നാണ് BJPയുടെ നിലപാട് എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റെന്ത് ആവശ്യം ഉന്നയിച്ചാലും അക്കാര്യം പരിശോധിക്കാം, പരിഗണിക്കാം. അതാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട്. അതുകൊണ്ട് രാജിവെക്കില്ല എന്ന് തന്നെ BJP വ്യക്തമായി പറയുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ BJPക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ്. ധർമ്മേന്ദ്ര പ്രധാൻ BJPക്ക് അത്രമേൽ പ്രധാനപ്പെട്ട നേതാവാണ്. കാരണം BJPയുടെ പല കാര്യങ്ങളിലും പല തെരഞ്ഞെടുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. കുറച്ചു മുമ്പാണ് നമുക്കറിയാവുന്നതുപോലെ CJP നേതാക്കളുമായി കേന്ദ്രം ചർച്ച നടത്തിയത്. 2 ആവശ്യങ്ങളോട് അനുകൂല നിലപാടാണ് കേന്ദ്ര സർക്കാരിന്. പക്ഷേ പ്രധാനിൽ തട്ടി ആ സമവായ ചർച്ചകൾ ഇല്ലാതെ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് പ്രധാൻ ഇത്ര പ്രിയപ്പെട്ടവനാകുന്നത് കേന്ദ്ര സർക്കാരിന്? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടിവരയിട്ടൊരു കാര്യമുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കുംഭകോണം സംബന്ധിച്ച് ഉത്തരവാദിത്വം കൃത്യമായി നിർണയിച്ചു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പതിന് വിപരീതമായി സാമൂഹ്യ മാധ്യമങ്ങളോടും ഇന്നലെ വൈകി അഡ്രസ് ചെയ്തു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ ഉത്തരവാദിത്വം നിർണയിക്കുമ്പോൾ അത് താഴെത്തട്ടിൽ നിന്നല്ല, അത് മുകളിൽ നിന്നാണ് വരേണ്ടതെന്ന്. എത്രയോ ചെറിയ നിസാര കാര്യങ്ങൾക്ക് മന്ത്രിമാർ രാജിവെച്ച ഒരു രാജ്യമാണ് ഇന്ത്യയുടേത്. 1 കോടി രൂപയുടെ കുംഭകോണം മുതൽ ചെറിയൊരു വിമാന അപകടം മുതൽ ഒരു തീവണ്ടി അപകടം, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിൽ നമ്മുടെ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. കോടാനുകോടി യുവജനങ്ങളുടെ രോഷത്തെ മുൻനിർത്തിയുള്ള വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ, സമരം നടക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായ മന്ത്രിയെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇത്ര വാശി? വളരെ ലളിതമാണ്. പ്രധാനമന്ത്രി കൂടി ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. RSS നിയന്ത്രിക്കുന്ന നിരവധി സംഘടനകളാണ് ഈ എഴുത്ത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇഴകോർക്കപ്പെട്ടിരിക്കുന്നത്. അത് CBSE ആണെങ്കിലും മറ്റ് ഏജൻസികളാണെങ്കിലും. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ കൈവിടാൻ പ്രധാനമന്ത്രിക്കോ BJPക്കോ കഴിയാതെ വരുന്നു. പക്ഷേ അങ്ങനെ ഒരു കടുംപിടുത്തം പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും BJPയും തുടരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ സമരം ശരിയായ വഴിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നതുകൂടി
കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പൊ CJP മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ പ്രതിപക്ഷത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നൊരു തോന്നൽ കൊണ്ടാണോ ഇങ്ങനൊരു കടുംപിടുത്തം? ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കൽ വാങ്ങലല്ലേ? ഇതില് ഏതെങ്കിലും ഒരു എന്താ പറയാ ഗുസ്തി ഗോതയിൽ കീഴടങ്ങുന്ന പോലെയാണോ ജനാധിപത്യം? പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടല്ലേ നമ്മുടെ പാർലമെന്റ് സംവിധാനം, ജനാധിപത്യ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തൻ്റെ മന്ത്രിസഭയിലെ ഒരാള് ഉത്തരവാദിത്വം വേണമെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്നല്ലേ വാക്ക് ഉപയോഗിക്കുന്നത്. നേരിട്ട് ഉത്തരവാദിത്വമൊന്നുമില്ല, പക്ഷേ മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ അത് ജനാധിപത്യത്തെയും മോഡിയുടെ തന്നെ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന നൈതിക ബോധ്യത്തെയും അത് കുറേ കൂടി ദൃഢപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണണമെന്ന് ഒരു പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവരിങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ വിദേശത്ത് പോയിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മാതാവാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ പറയുന്ന വാഗ്ദാരണി നടത്തരുതെന്നുള്ള അപേക്ഷയുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീ ജോൺ ബ്രിട്ടാസ് ഞങ്ങളോട് പ്രതികരിച്ചതിന് കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ച് മറ്റെന്താവശ്യങ്ങൾക്കും അനുകൂലമായ നിലപാടാണ് ഉണ്ടാവുക എന്നത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ 2 എണ്ണത്തിൽ അനുകൂല നിലപാടെടുത്തിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല, പക്ഷെ നാളെ ഉച്ചയ്ക്ക് വരെ സമയം ചോദിച്ചിട്ടുണ്ട് CJPയോട് അനുകൂല തീരുമാനമെടുക്കുന്നതിൽ. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മറ്റെന്തിനും കേന്ദ്ര സർക്കാർ വഴങ്ങിയേക്കും, പക്ഷേ പ്രധാന്റെ രാജിയിലേക്ക് എത്താനുള്ള സാധ്യത തുലോം കുറവാണ്.